അങ്ങനെ ഒരാളുടെ മകളായിട്ട് പോലും എന്നെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുമ്പോൾ പല തട്ടിപ്പ് കോളുകളും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആൾമാറാട്ടം നടത്തി വിളിച്ചിട്ടുണ്ട്, ആന്റണി പെരുമ്പാവൂരാണെന്ന് പറഞ്ഞിട്ട് കുറെ ഫേക്ക് കോൾസ് വന്നിട്ടുണ്ട്. മലയാളത്തിലും തമിഴിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട്. ഐ ഓൾസോ ബിലീവ് ദാറ്റ് ഓരോ ഫെയിലിയറും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കും. അപ്പോൾ നീട്ടി വെച്ചപ്പോൾ നമുക്ക് സംശയം, ഇനി ഇത് നടക്കണ്ടാത്തതായതുകൊണ്ടാണോ അങ്ങനെ ഒരു സൈൻ വന്നത്. അപ്പോഴത്തേക്കും നമ്മൾ തമ്മിലും ചെറിയ ചെറിയ ഡിഫറൻസസ് ഒക്കെ വരാൻ തുടങ്ങി. ശരിക്കും ഞാൻ എൻ്റെ ലൈഫ് കൊടുത്ത് അഭിനയിച്ച ഒരു സിനിമയാണ്. പക്ഷെ അതിന് വേണ്ടത്ര ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയില്ല എന്നുള്ളത് എനിക്ക് വലിയൊരു വിഷമം തന്നെയായിരുന്നു. ചെറിയ പ്രായത്തിൽ സിനിമ ചെയ്ത് സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഡയറക്ഷനിലേക്ക് വരാനോ എഴുതാനോ ഡാൻസിലേക്കോ ഒന്നും ചിലപ്പോൾ വരില്ലായിരിക്കും. ആരോടെങ്കിലും ദേഷ്യമുള്ളപ്പോഴോ ഒരു ഫ്രണ്ടിനോട് പിണങ്ങുമ്പോഴോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഞാനത് എഴുതിയാണ് ആ വിഷമം തീർക്കുക. സൈബർ ബുള്ളിങ് എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? ഒരുപാട്. എൻ്റെയും ആളുടെയും കൂടെ ഉള്ള വെഡിങ് ഫോട്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതെൻ്റെ വൈഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതങ്ങനെ ഒരു വെറുതെ തമാശയായിട്ടുള്ളൊരു ഇതല്ല, ഫുള്ളി ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി ആയിരുന്നു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. So hi everyone, this is Devika and welcome to Movie World. ഇന്ന് മൂവി വേൾഡിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഉത്തര ഉണ്ണിയാണ്. ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് നമ്മളുടെ ഫസ്റ്റ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ ഷോർട്ട് ഫിലിം യെസ് ബാബ. സോ അത് എനിക്ക് തോന്നുന്നു കറക്റ്റ് എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയുമോ? അത് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തന്നെ പേഴ്സണലി കുറേ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയും, എൻ്റെ അമ്മ ഫിലിമിൽ വന്നിട്ടൊരു 35 years എങ്കിലും ആയി. എന്നിട്ട് അങ്ങനെ ഒരാളുടെ മകളായിട്ട് പോലും എന്നെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുമ്പോൾ പല തട്ടിപ്പ് കോളുകളും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ആൾമാറാട്ടം നടത്തി വിളിച്ചിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂരാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു വർക്കിൻ്റെ കാര്യം സംസാരിക്കാനോ എന്ന് പറഞ്ഞു. ഇമ്രാൻ ഹാഷ്മിയുടെ ഫിലിമിലേക്ക് വേണ്ടിയിട്ടൊരു ആർട്ടിസ്റ്റിനെ നോക്കുന്നുണ്ടെന്നിട്ടൊരു കോൾ വന്നു. അപ്പം ഞാൻ പറയണത്, ഇത്രയും ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ട് പോലും എനിക്ക് അത്രയും കോൾസ് വരുന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ഫേസോ ഈ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് എത്രമാത്രം അങ്ങനത്തെ കോൾസ് വരുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് അതൊരു ഐ ഓപ്പണിംഗ് ആയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് തന്നെ തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ എല്ലാവരെയും നമ്മൾ ആ കണ്ണിൽ കൂടെ കാണണ്ടെന്നും ഇതിലൊരു മെസ്സേജ് വരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളും ഡെല്യൂഷണലായിട്ട് വിചാരിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് അങ്ങനത്തെ ഇൻസിഡൻസ് ന്യൂസിലും എല്ലാത്തിലും കാണുന്നതുകൊണ്ട് ആ ഒരു കണ്ണിൽ കൂടെ മാത്രമേ നമ്മൾ എല്ലാവരെയും കാണുന്നുള്ളൂ. അപ്പം അങ്ങനെ മാത്രമല്ല, എവറിത്തിങ് ഇസ് നോട്ട് ബ്ലാക്ക് ഓർ വൈറ്റ്, ഇറ്റ്സ് ഓൾവേസ് ഗ്രേ എന്നുള്ളൊരു. തീർച്ചയായിട്ടും നല്ല മനുഷ്യരും നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ളത് ഒരു മെസ്സേജും കൂടിയാണ് അതിനകത്ത് വരുന്നത് അല്ലേ. അപ്പോൾ ലൈഫിൽ ഇങ്ങനെ ഒരു ഭയങ്കര പേടിച്ചു പോയ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ടോട്ടലി നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ അങ്ങനെ മാറിപ്പോയ സംഭവങ്ങൾ? ശരിക്കും ഈ ഒരു മൂവി തന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എഴുതിയൊരു സ്റ്റോറിയാണ്. അപ്പം ഇത് ശരിക്കും ബോംബെയിൽ നടന്ന കഥയാണ്. ബോംബെ സിറ്റിയിൽ നിന്ന് കർജത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അത് ഒരു 2-3 hours ഡ്രൈവ് ഉണ്ട് അവിടെ നിന്ന്. അപ്പോൾ ബോംബെ ഹൈവേ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ ഒന്നും നമുക്ക് വേറെ സൈഡ് റോഡോ ഒന്നും ഇല്ലാത്ത ഇങ്ങനെ ഒഴിഞ്ഞ വിജനമായ ഹൈവേ ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നും അത് കേരളത്തിലേക്ക് ആ സ്ക്രിപ്റ്റിനെ ട്രാൻസ്ഫോം ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഇത് പോയി. കാരണം കേരളത്തിൽ എന്തൊക്കെയായാലും കുറേയൊക്കെ നമ്മൾ സേഫാണ്. നമുക്ക് ട്രിവാൻഡ്രം തൊട്ട് കണ്ണൂർ വരെ പോയാലും ആ ഹൈവേസിലും എല്ലാത്തിലും ആൾക്കാരുണ്ട്. അത്രയും വിജനമായ സ്ഥലങ്ങൾ കുറവാണ്. പിന്നെ ഏത് നാട്ടിൽ നിന്നും നമുക്ക് ട്രെയിനോ ബസ്സോ എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ പെട്ടുപോയി എന്ന് പറയാൻ തക്കോണം ഇല്ല. ത്രൂ ഔട്ട് കേരള വി ആർ റിയലി ഡെവലപ്ഡ് ആക്ച്വലി. അപ്പോൾ നോർത്തിൽ അങ്ങനത്തെ പല സ്ഥലങ്ങളും ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും ഒരു സിറ്റിയിലേക്ക് എത്താൻ പറ്റാത്ത പോലത്തെ കുറേ വഴികളുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു റോട്ടിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ ഒരു എക്സാജറേഷനും കൂടെ ആയിരിക്കും കേട്ടോ. അവനെ എഴുതുന്ന ആളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എല്ലാ സിനാരിയോ കുറച്ചും കൂടെ ഒന്ന് കൂടുതൽ ആലോചിക്കുമല്ലോ. അപ്പോൾ അന്നിങ്ങനെ പോകുമ്പോഴൊക്കെ എനിക്ക് തോന്നുക, ഈശ്വര ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ പെട്ടുപോയാൽ എന്താവും, ഇയാൾ ശരിക്കുള്ളതാണോ, ഇയാൾ തട്ടിപ്പാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഓരോരോ തോന്നലുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അന്ന് എങ്ങനെ ആലോചിച്ച് വെച്ചു.
പിന്നെ അതൊരു എക്സ്പീരിയൻസ് പോലെ വെറുതെ ഒരു ഷോർട്ട് സ്റ്റോറി പോലെ എഴുതി. പിന്നെ റീസെന്റ് ആണ് അതൊരു ഷോർട്ട് ഫിലിം ആക്കാന്ന് തന്നെ വിചാരിച്ചത്. ബിക്കോസ് ഓൾറെഡി ഇങ്ങനെ കുറെ ഇൻസിഡൻസ് ഇവിടെ നടക്കുന്നുണ്ട്, ഈ ഒരു സബ്ജക്ട് തന്നെ ചെയ്യാമെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഡയറക്ടറിനെക്കാട്ടിലും ഉപരി നല്ലൊരു ഡാൻസറാണ്, അതുപോലെ തന്നെ ആക്ട്രസ് ആണ്. സോ ഡാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ MA വരെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ബാക്കിയുള്ളവരിലേക്ക് ആ ഒരു നമ്മുടെ ഭരതനാട്യം എന്നുള്ളൊരു കലാരൂപം അത്രയും ഇഷ്ടത്തോടെ ചെയ്യണ ഒന്നാണല്ലോ. സോ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് ഒക്കെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഡാൻസ് സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ? ആക്ച്വലി MA എന്ന് പറഞ്ഞത് ഞാൻ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത് ചെന്നൈയിലെ SRM യൂണിവേഴ്സിറ്റിയിൽ. അപ്പം അന്ന് ഫിലിം ചെയ്യണം എന്നുള്ളൊരു ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ചെന്നൈയിലേക്ക് മൂവ് ചെയ്തത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ട് ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്തു. അപ്പം ചെന്നൈയിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ഡാൻസ് കുറച്ചും കൂടെ പഠിക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അമ്മ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ കേരളത്തിൽ നമ്മൾ പഠിക്കുന്നതിനെക്കാട്ടിലും വളരെ ഡിഫറെൻ്റ് ആണ് തമിഴ്നാട്ടിൽ പഠിപ്പിക്കുന്ന ആ ഒരു രീതി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പിന്നെ പൊതുവെ ആർട്ടിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിറ്റി ആണല്ലോ. അപ്പോൾ ആർട്ടിനെ ഇഷ്ടപ്പെടാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഒരു രസത്തിന് ഡാൻസ് പഠിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ അവിടെ ക്ലാസ്സസിന് ജോയിൻ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് BFA ഭരതനാട്യം ചെയ്തു. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് MA ഭരതനാട്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഡാൻസിൻ്റെ ഒരു ഡിഗ്രി ഒന്നും ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ക്ലാസ്സസിന് പോയി. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതിങ്ങനെ ജോയിൻ ചെയ്തുകൂടെ, അത് ഡിസ്റ്റൻസ് കോഴ്സ് ആയിട്ട് ചെയ്യാമല്ലോ, കൂട്ടത്തിൽ പോവല്ലോ, MA കഴിയുമ്പോഴത്തേക്ക് ഇതും കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അങ്ങനെയാണ് 5 വർഷം കൊണ്ട് 4 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. സോ കഴിഞ്ഞ വർഷം ആസ് എൻ ഓതർ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ട്. സോ അപ്പോൾ തീർച്ചയായിട്ടും അത് എഴുതാനുണ്ടായിരുന്ന കുറച്ച് എന്തെങ്കിലും റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസ് എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ആസ് എൻ ഓതർ ആ ഒരു ബുക്കിൻ്റെ പുറകിലത്തെ ഒരു സ്റ്റോറി എന്ന് പറയാമോ? അതും ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി സമയത്ത് എല്ലാവരും അതൊരു ബ്രേക്ക് ആയിട്ടാണല്ലോ യൂഷ്വലി എടുക്കുക. അപ്പൊ എനിക്ക് ഈ ബ്രേക്ക് സമയത്ത് എന്തൊക്കെയോ ചെയ്യണം എന്ന് വിചാരിച്ചു കുറെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചു മേ ബി ഇതുപോലെ സ്ക്രിപ്റ്റിന്റെ വർക്ക് ചെയ്യണം, ഓർ എന്തെങ്കിലും എഴുതണം, ഷോർട്ട് സ്റ്റോറീസ് ആയിട്ടോ എങ്ങനെയെങ്കിലും. ഡാൻസ് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജേർണൽ ചെയ്യാൻ തുടങ്ങി. ചെറുതായിട്ട് എന്നും ഓരോ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടും ഒക്കെ എഴുതാറുണ്ടായിരുന്നു. ജനറലി വാട്ട് ഐ ഫെൽറ്റ് ആൻഡ് വാട്ട് ഐ ഏറ്റ് ആൻഡ് എവറിത്തിങ് ത്രൂ ഔട്ട്. അങ്ങനെയൊക്കെ എഴുതി വന്നപ്പോൾ വീട്ടിലൊക്കെ പലർക്കും വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും നിതേഷിനും ഒക്കെ ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം നമുക്ക് റിലീസ് ചെയ്യാനില്ലല്ലോ. അപ്പം അതിന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷനും കൂടെ വേണമല്ലോ. അപ്പം ഞാൻ ചെയ്ത റിസർച്ചും കാര്യങ്ങളും വെച്ചിട്ട് ആയുർവേദ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഡാൻസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, യോഗയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ അതിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു. എൻ്റെ ടീച്ചേഴ്സിനോടും മെൻറ്റേഴ്സിനോടും ഒക്കെ സംസാരിച്ചിട്ട് അങ്ങനെ കുറേ പോയിന്റ്സും കൂടെ എഴുതി. പിന്നെ എൻ്റെ ഡോക്ടർ തന്നെയാണ് അത് വെറ്റ് ചെയ്തത് ഫൈനലി. കാരണം ഓരോ ട്രൈമസ്റ്ററിൽ നടക്കുന്ന ഓരോ വീക്ക്ലി ഡെവലപ്മെൻറ്റ്സിനെ പറ്റി, ന്യൂട്രീഷനെ പറ്റിയിട്ട് അങ്ങനത്തെ എല്ലാം ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് തന്നെ ഒരു അപ്രൂവൽ കിട്ടുമ്പോഴേ നമുക്കതൊരു സന്തോഷം. അങ്ങനെയാണ് അതൊരു ബുക്ക് ആക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ ഡൽഹി വേൾഡ് ബുക്ക് ഫെസ്റ്റിലാണ് അത് ലോഞ്ച് ചെയ്തത് ലാസ്റ്റ് ഇയർ 2024. അതിനുശേഷം ആമസോണിൽ അവൈലബിൾ ആണ്. പലരും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചിലരൊക്കെ വായിച്ചു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഒരു വീഡിയോന് കിട്ടുന്ന മെസ്സേജസിനെക്കാട്ടിലും ഒരു ബുക്ക് വായിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സന്തോഷം തന്നെ. അതെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയിട്ടാണോ, എന്തെങ്കിലും പുതിയ സബ്ജക്ട്സ് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണോ? സബ്ജക്ട്സ് എപ്പോഴും ഉണ്ട്. ഐ തിങ്ക് വൺസ് യു ആർ എ സ്റ്റോറി ടെല്ലർ യു വുഡ് ഓൾവേസ് വാണ്ട് ടു സേ സ്റ്റോറീസ്. അതിപ്പോൾ വിഷ്വലി ആണെങ്കിലും റിട്ടേൺ ആണെങ്കിലും ഒക്കെ. അതെ, അപ്പോൾ ഡാൻസിലാണെങ്കിലും നമ്മൾ സ്റ്റോറി ടെല്ലേഴ്സ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ഫിസിക്കൽ എക്സസൈസിലൂടെ നമ്മൾ സ്റ്റോറി പറയുന്നു. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് കഥ പറയാൻ എപ്പോഴും ഇഷ്ടമാണ്. കുട്ടിക്കാലത്തും കഥ കേട്ട് വളർന്നതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. അമ്മയച്ഛനൊക്കെ എപ്പോഴും കഥ പറഞ്ഞു തരാറുണ്ട്. അപ്പം അതിൻ്റെ ആയിരിക്കും അങ്ങനെ ഒരു താല്പര്യം. അപ്പം ചിലപ്പോൾ എഴുതാൻ വിചാരിക്കും, ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ
ഫിലിം റൈറ്റിങ്ങും നമ്മൾ മറ്റേ നോവൽ റൈറ്റിങ്ങും വളരെ ഡിഫറെൻ്റ് ആണ്. സ്ക്രീൻ റൈറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ചില സബ്ജക്ട്സ് പക്ഷെ നമുക്ക് വിഷ്വലി ആക്കാൻ തോന്നും, ചിലത് പക്ഷേ കുറച്ചും കൂടെ ഒരു പ്രോസ് പോലെ എഴുതി പോകാനാണ് ഇഷ്ടം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരു റൈറ്ററാണ്, അതുപോലെ തന്നെ ഒരുപാട് ആലോചിക്കുന്നൊക്കെ ഒരാളായിരിക്കുമല്ലോ, ഒരുപാട് മനസ്സിലാക്കിയിട്ടും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു ലോകത്ത് ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നമ്മളിപ്പം മെയിൽ ഫീമെയിൽ മാത്രമല്ല, ഇപ്പം ഒരുപാട് LGBTQ അങ്ങനെ കുറേ ഉണ്ടല്ലോ. സോ അതൊക്കെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ഇഷ്യൂസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിഗ് ബോസിലൊക്കെ കാണുന്ന പോലെ ഒരു വേർതിരിവ് എല്ലാത്തിനും. സോ ഒരു റൈറ്റർ എന്നുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹി എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരാളെ മാറ്റി നിർത്തേണ്ട ആവശ്യം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ പൊതുവെ സമൂഹം വളരെ അക്സെപ്റ്റിംഗ് ആയി തുടങ്ങി. പണ്ടത്തേലും വെച്ച ആൾക്കാർ അത്ര ജഡ്ജ്മെന്റൽ അല്ല. പണ്ട് പലതും പലരുടെയും കാര്യത്തിൽ ഇടപെടാനും ഒക്കെ സൊസൈറ്റിക്ക് ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ എല്ലാവരും എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ എഴുതുന്നവരാകുമ്പോൾ എല്ലാ പെർസ്പെക്റ്റീവും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ സിനിമയുടെ ഹീറോ ആണെങ്കിലും വില്ലൻ ആണെങ്കിലും രണ്ടും എഴുതുന്നത് എഴുത്തുകാരൻ തന്നെയാണ്. അപ്പൊ എല്ലാവരുടെയും മനസ്സിലുള്ളത് നമ്മൾ മനസ്സിലാക്കുക, എല്ലാവരുടെയും ശരിയും തെറ്റും അറിഞ്ഞിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ഡെഫിനറ്റ്ലി എപ്പോഴും എല്ലാവരോടും വളരെ വെൽക്കമിങ് തന്നെയാണ്. ആ സമൂഹം അത്രയും മാറുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ വെബ് സീരീസിലാണെങ്കിലും ഒക്കെ വളരെ അക്സെപ്റ്റിംഗ് ആയിട്ടാണ് ലോകം മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്സ് കാണിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. അപ്പോൾ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? അവിടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ കാണാറില്ല, ഫ്രണ്ട്സ് വരില്ല. ഓക്കെ. സോ എന്തെങ്കിലും ആക്ട്രസ് എന്നുള്ള രീതിയിൽ അടുത്ത എന്തെങ്കിലും പ്രൊജക്ട്സ് ഉണ്ടോ? അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുമോ? എന്താണ് ഇനി അടുത്ത നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇനി ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലാണോ, ഓതർ എന്നുള്ള രീതിയിലാണോ, എങ്ങനെയാണ് ഇനി അടുത്തൊരു എന്താണ് ഒരു ഔട്ട്പുട്ട് ഇനി നമുക്ക് തരാനുള്ളത്? അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഐ ലവ് റൈറ്റിംഗ്, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അതിപ്പോ ബുക്കിലേക്കാണോ പോകുന്നത് ഓർ സിനിമയിലേക്കാണോ എന്നറിയില്ല. പക്ഷെ എഴുതാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് വിഷമം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ ഞാൻ എഴുതും. അപ്പോൾ എഴുതി വരുമ്പോൾ ചിലപ്പോൾ അത് എന്തിലേക്കെങ്കിലും ഒക്കെ കൺവേർട്ട് ചെയ്ത് പോവും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ ആരോടെങ്കിലും ദേഷ്യമുള്ളപ്പോഴോ ഒരു ഫ്രണ്ടിനോട് പിണങ്ങുമ്പോഴോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഞാനത് എഴുതിയാണ് ആ വിഷമം തീർക്കുക. അപ്പോൾ എഴുതി വരുമ്പോൾ ചിലപ്പോൾ ഇതിനെ ഒരു സ്റ്റോറി ആക്കിയാലോ, അല്ലെങ്കിൽ ഇതിനെ ഈ തരത്തിൽ മാറ്റിയാലോ, ഇതിനൊരു ക്യാരക്ടർ ആക്കിയാലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പലതും ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരാറുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആ ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഓഫർ, നല്ലൊരു ഓഫർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ലൈക്ക് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ എന്തെങ്കിലും സ്കാം ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ലൈക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം നമ്മളുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? പേര് പറയണമെന്നില്ല, ഇൻസിഡന്റ് ആയിട്ട് മതി. കിട്ടിയിട്ടുണ്ടോന്ന് വെച്ചാൽ അതെ, എപ്പോഴും ഈ പറഞ്ഞ കുറെ ഫേക്ക് കോൾസ് വന്നിട്ടുണ്ട്. മലയാളത്തിലും തമിഴിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെക്കാട്ടിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തമിഴിലായിരുന്നല്ലോ. ആദ്യത്തെ ഫിലിം ചെയ്തത് തമിഴിലായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ചെന്നൈയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ അവിടുത്തെ ആൾക്കാരെ കൂടുതലും മീറ്റ് ചെയ്യുന്നോണ്ടും അങ്ങനത്തെ ഒരു സർക്കിളിലായോണ്ടായിരിക്കും തമിഴ്നാണ് എനിക്ക് കൂടുതലും അങ്ങനത്തെ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഫിലിമിലേക്ക് അവർ പെട്ടെന്ന് വിളിച്ചു. എന്നിട്ട് ഡയറക്ടർ ശരവണന്റെ ഫിലിമാണ് എന്നിട്ട് വിളിച്ചിരുന്നു. അത് ലാസ്റ്റ് മിനിറ്റിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച ആള് മാറിപ്പോയി. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് റീപ്ലേസ്മെന്റ് വേണം. ഷൂട്ട് ഓൾറെഡി തുടങ്ങി, എല്ലാവരും അവിടെ ക്രൂ വെയിറ്റിംഗ് ആണ്, അപ്പൊ നാളെ തന്നെ എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്റെ ഡ്രസ്സിന്റെ സൈസും ഷൂസിന്റെ സൈസ് വരെ ചോദിച്ച് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തു. ഫോട്ടോസൊക്കെ അവർ നേരത്തെ കണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം റെഡിയായി. ഇന്ന് രാത്രി ബാംഗ്ലൂർക്ക് എത്തണം, നാളെ രാവിലെ വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉച്ചയായപ്പോൾ അവർ പറഞ്ഞു ഈ നടികർ സംഘത്തിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ഒരു പേയ്മെന്റ് അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു ചെറുതായിട്ട് ചില കാര്യങ്ങളിൽ നമുക്കൊരു സിക്സ് സെൻസ് വരുമല്ലോ. അപ്പൊ ഒന്ന് സംശയം തോന്നി. അപ്പൊ തന്നെ അമ്മ വേറെ പരിചയമുള്ള ഒരാളെ വിളിച്ചു ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഡയറക്ടർ ശരവണൻ അങ്ങനെ ഒരു പടമേ ചെയ്യുന്നില്ല, ആ ടീമേ അല്ലാതെ. അപ്പൊ അത് ഫുള്ളി ഒരു കുക്ഡ് അപ്പ് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വക്കത്ത് എത്തുമ്പോ എവിടുന്നോ നമുക്ക് ദൈവം പറഞ്ഞു തരുന്ന പോലെ ഒരു റിയലൈസേഷൻ വരുന്ന പോലെ. അപ്പൊ ഞാൻ വിചാരിക്കാം എത്ര പേര് പക്ഷെ അത് വിശ്വസിച്ച് പോയിണ്ടാവും, എത്ര പേര് ആ പേയ്മെന്റ് അടച്ചിട്ടുണ്ടാവും. മേ ബി ആ പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു തട്ടിപ്പാവാം, എന്ത് തട്ടിപ്പാണെന്നും അറിയത്തില്ല.
അപ്പൊ അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അറിയാവുന്ന ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന അറിയാവുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ലൈക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലോ അങ്ങനെ എന്തെങ്കിലും? ഫ്രണ്ട്സ് പലരും പറയാറുണ്ട് ഇതുപോലെ ഇപ്പൊ അപ്കമിങ് ആയിട്ടുള്ളവര്, ഇപ്പൊ എന്റെ കൂടെ ഇപ്പൊ ഒരു വർക്ക് ചെയ്യുന്നവരും ഇപ്പൊ മൂവിയിലേക്ക് ട്രൈ ചെയ്യുന്നവരും പലരും പറയാറുണ്ട് ഇങ്ങനെ കുറെ ഇൻസിഡൻസും കുറെ ഇതും ഒക്കെ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് ഈ ഷോർട്ട് ഫിലിം ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുകയും ചെയ്തു. അപ്പൊ ഒരു നോ എന്ന് പറയുന്ന ഒരു വേർഡ്, ഈ നോ എന്ന് പറയുന്ന വേർഡ് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും അത് ചെയ്യണം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ട് പെട്ടെന്നൊരു നോ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ആ നോ ഡീൽ ചെയ്യുന്നത്? അത് പ്രൊഫഷണലി ഓർ പ്രൊഫഷണലി പേഴ്സണലി? അത് എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. അതായത് വീട്ടിലൊക്കെ ആണെങ്കിൽ ആ ഒരു നോ അത്രത്തോളം എന്ന് വെച്ചാൽ അതൊരു പേഴ്സണൽ ഇതിന്റെ മുകളിൽ വരുന്നതല്ല. അപ്പൊ ചിലപ്പോ അമ്മയുടെ അടുത്തൊക്കെ ആണെങ്കിൽ അതെന്താ അമ്മ ഞാൻ അങ്ങനെ ചെയ്താൽ എന്താ അതിന് പ്രശ്നം, നമ്മള് അങ്ങനത്തെ ഒരു ഇതായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ ഒരു സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു നോ ആണെങ്കിൽ, നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച ഒരു സാധനം ചെയ്യാൻ പോയിട്ട് നമുക്കത് കിട്ടിയില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഡിപ്രസ്ഡ് ആവാറുണ്ട്. പക്ഷെ ഐ ഓൾസോ ബിലീവ് ദാറ്റ് ഓരോ ഫെയിലിയറും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കും. ഫെയിലിയർ സക്സസിനെക്കാട്ടിലും ചിലപ്പോൾ ഫെയിലിയർ ആയിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓരോ തവണ നമ്മൾ ഫെയിൽ ആവും തോറും നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. നെക്സ്റ്റ് ടൈം അത് വേറെ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും, ഓർ എത്ര നമ്മൾ വീണാലും എങ്ങനെ എണീക്കണം, എങ്ങനെ തളരാതിരിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൈബർ ബുള്ളിങ് എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? ഒരുപാട്. ഒരുപാട്. അതും ഈ പറഞ്ഞ പോലെ ഒരിടയ്ക്ക് ഈ കുറെ ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് വരുന്ന മെസ്സേജസ് ഒക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഫേക്ക് ഇതിന്ന് വരുന്ന കമന്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനത്തെ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. കാരണം നമുക്കറിയാം ഇവരാരും നേരിട്ട് പറയുന്നതായിരിക്കില്ല ചിലപ്പോൾ ബിഹൈൻഡ് ദ സ്ക്രീൻ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഒരാള് എൻ്റെയും ആളുടെയും കൂടെ ഉള്ള വെഡിങ് ഫോട്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് മാലയൊക്കെ ഇട്ട് സാരിയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ള ഫോട്ടോ, ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇട്ടിട്ട് ഇതെൻ്റെ വൈഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോസ്റ്റ് ഒക്കെ ഇട്ടു. അപ്പൊ ആദ്യം നമ്മള് ഏതോ ഒരു ഇതെന്ന് വിചാരിച്ച് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മനിയിലൊരു ഡാൻസ് ഷോന് പോവാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പോസ്റ്റും ഇതൊക്കെ ഷെയർ ചെയ്തപ്പോൾ പെട്ടെന്ന് ഇയാള് അവിടുത്തെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞത് എൻ്റെ വൈഫാണ്, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ വൈഫിനെ ഇതിലെടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവരത് അറിയുന്നില്ല ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു ഇതാണെന്നുള്ളത്. അപ്പൊ അപ്പൊ തന്നെ അയ്യോ ഇതെന്താണ് ഇഷ്യൂ, ഇങ്ങനെ ഒരാൾ വിളിച്ചല്ലോ എന്ന് പറഞ്ഞാൽ അവരാകെ പേടിച്ചു. കാരണം അവരുടെ സ്പോൺസർഷിപ്പിൽ വിസയൊക്കെ എടുത്ത് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് റിസ്ക് എന്നുവെച്ചാൽ അതങ്ങനെ ഒരു വെറുതെ തമാശയായിട്ടുള്ളൊരു ഇതല്ല, കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ടേക്കപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ അന്ന് അത് കേസൊക്കെ കൊടുത്ത് ഇതാക്കി. അപ്പൊ ചിലപ്പോൾ സൈബർ ബുള്ളിങ് നമ്മൾ കൈവിട്ട് പോകുന്ന അത്രയും പ്രശ്നങ്ങളിലേക്ക് വരെ നീങ്ങാവുന്നതാണ്. സോ എങ്ങനെയാണ് ഹസ്ബൻഡ് ഈ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള പില്ലർ തന്നെയാണോ? യെസ് വെരി മച്ച്. ഞങ്ങൾ ആക്ച്വലി മാട്രിമോണി വഴിക്കാണ് മീറ്റ് ചെയ്തത്. അപ്പോൾ മാട്രിമോണി വഴിക്കൊന്നും ഒരിക്കലും നമ്മുടെ ലവ് ഓഫ് മൈ ലൈഫിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ആ സമയമാകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ പേരൻസ് നോക്കി തുടങ്ങും. ഇപ്പം അമ്മ എന്നും ഇരുന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോസും ഇതൊക്കെ കാണിച്ചു തരും. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഇതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും ആസ് യൂഷ്വൽ ഞങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ നടക്കും. അങ്ങനെ നിതേഷിന്റെ പ്രൊഫൈൽ വന്നു. അപ്പോൾ നിതേഷ് അന്ന് കൊച്ചിയിലുള്ള സമയമായിരുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ കൊച്ചിയിലുണ്ട്, നമുക്കൊരു ഡിന്നറിന് ഒറ്റ മീറ്റ് ചെയ്താലോ, ജസ്റ്റ് ഫോർ കോഫി ഓർ സംതിങ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നേരിട്ട് പോയി കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണി തീർക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ അമ്മേനെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും കുറെ ദിവസം മെസ്സേജ് അയച്ചു, പിന്നെ കണ്ട്, പിന്നെ അടുത്ത മാസം എന്നൊക്കെ പറഞ്ഞാൽ ഇത് നീട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു വൈബ് കിട്ടുമല്ലോ. അപ്പൊ തന്നെ കുഴപ്പമില്ല, കുറച്ചധികം നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നി. അങ്ങനെ രാത്രിയായപ്പോൾ അമ്മ വിളിച്ചത് വരുന്നില്ലേ, കുറെ നേരം ആയല്ലോ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ രണ്ടാമത് മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ കുറെ പ്രാവശ്യം മീറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും അവര് നിതേഷ് വീട്ടിലേക്ക് വന്നു, അച്ഛനും അമ്മയും മീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഫാമിലി അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും എല്ലാം പിന്നെ വളരെ പെട്ടെന്നായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ കൈവിട്ട് പോയി പടപടാന്ന് പിന്നെ കാര്യങ്ങൾ നീങ്ങി. അപ്പോഴത്തേക്കും എൻഗേജ്മെന്റ് ആയി. അതിന്റെ പിന്നാലെ ലോക്ക്ഡൌൺ വന്നു. അപ്പൊ ലോക്ക്ഡൌൺ വന്ന് ഞങ്ങൾ 2020 മീറ്റ് ചെയ്യണം. അപ്പൊ ആ ഏപ്രിലായിരുന്നു കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോക്ക്ഡൌൺ വന്നതോടെ എല്ലാം അടച്ചു, അമ്പലങ്ങൾ പോലും അടച്ചു. അപ്പൊ ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പേരിനൊരു താലികെട്ട് നടത്താൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി.
അപ്പോൾ അതങ്ങനെ നീട്ടി വെച്ചു. അപ്പോൾ നീട്ടി വെച്ചപ്പോൾ നമുക്ക് സംശയം, ഇനി ഇത് നടക്കണ്ടാത്തതായോണ്ടാണോ അങ്ങനെ ഒരു സൈൻ വന്നത്. അപ്പോഴത്തേക്കും നമ്മൾ തമ്മിലും ചെറിയ ചെറിയ ഡിഫറൻസസ് ഒക്കെ വരാൻ തുടങ്ങി. കാരണം എല്ലാം പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് തോന്നി. അങ്ങനെ ലോക്ക്ഡൗൺ വന്നതും ഞങ്ങൾ രണ്ടുപേരും 2 സിറ്റീസിലായി, ഭയങ്കര വഴക്ക് തുടങ്ങി. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രശ്നമായി. അപ്പോഴത്തേക്കും നമുക്ക് ആകെ സംശയമായി. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ ഡിഫറൻസസും തീർക്കുന്നതാണ് നല്ലത്. ഏറ്റവും വേർസ്റ്റ് സൈഡ് നമ്മൾ അപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് കുറേയും കൂടെ ബെറ്റർ. കാരണം ആദ്യം സാധാരണ നമ്മൾ ഇഷ്ടമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ എല്ലാം നല്ലത് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു 4-5 ഇയേഴ്സ് കഴിയുമ്പോഴാണ് അവരുടെ വേർസ്റ്റ് സൈഡ് പുറത്തേക്ക് വരിക. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് നേരത്തെ ആയിരുന്നു ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ അതേ ദിവസം തന്നെ നെക്സ്റ്റ് ഇയർ 2021 ഞങ്ങളുടെ കല്യാണം നടന്നത്. ഓക്കെ. അപ്പോൾ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഓടിച്ചെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ആളുടെ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും നോക്കുന്നത്? അത് ഡെഫിനറ്റ്ലി അമ്മ തന്നെയാണ് പണ്ട് തൊട്ടേ. ഇപ്പൊ വീട്ടിൽ തന്നെ ശരിക്കും ആരും തമ്മിൽ സീക്രറ്റ്സ് ഇല്ല. അച്ഛനും അമ്മയും ഇപ്പൊ നിതേഷും എല്ലാവരും അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ അമ്മ തന്നെയായിരുന്നു. പണ്ട് തൊട്ട് എല്ലാ കാര്യങ്ങളും ഓടി വന്ന് പറയും. ഈവൻ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റാത്തതുപോലെ അമ്മയുടെ അടുത്ത് പറയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലോസ് ബോണ്ടിങ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ എപ്പോഴും. അതിപ്പോഴും അങ്ങനെ തന്നെ. എല്ലാത്തിലും അമ്മയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഓക്കെ. അപ്പൊ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നോട്ട് ജസ്റ്റ് പോസ്റ്റ്മോർട്ടം, നമുക്ക് പ്രഗ്നൻസി സമയത്ത് തന്നെ ചിലപ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. അത് ഞാൻ ആ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി മാത്രമേ പറയാറുള്ളൂ. ബട്ട് ത്രൂ ഔട്ട് യുവർ പ്രഗ്നൻസിയും ചിലപ്പോൾ നമുക്ക് ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കാരണം സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഉറക്കം കുറയും ആ സമയത്ത്. നമ്മൾ വിചാരിക്കും ഉറങ്ങുന്നുണ്ടെന്ന്, പക്ഷേ ദ ബോഡി ഡസൻ ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ മൂഡ് സ്വിങ്സ് വരാറുണ്ട്. വെറുതെ കരച്ചിൽ വരും, വെറുതെ ടെൻഷൻ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടും ഒക്കെ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറെ ടാൻട്രംസും ഒക്കെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പൊ അത് നല്ലപോലെ ഇട്ടായിരുന്നു. വീട്ടിലെല്ലാവരും അനുഭവിച്ചത്. അതെ, ഗേൾസ് ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെയാണല്ലോ. ഓക്കെ. ഇനി അപ്പം അടുത്ത ഷോർട്ട് ഫിലിംസിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടോ? ഇനി എന്തൊക്കെ ചെയ്യണം എന്നാണ്? ഇനി ഷോർട്ട് ഫിലിമിൽ എന്തൊക്കെ ഇനി ഐഡിയാസ് കൊണ്ടുവരണം എന്നുണ്ട്? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളത്? ഷോർട്ട് ഫിലിം ചെയ്യണം തന്നെയാണ്, ഫീച്ചർ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിം ആകുമ്പോൾ നമുക്ക് കുറേ കൂടെ കംഫർട്ടബിൾ ആണ്. അത് ഇനിയിപ്പോൾ കുറേ എടുത്തോണ്ടാണോ എന്നറിയില്ല. പക്ഷെ എന്തൊക്കെയായാലും അത് ചെറുതാണ്, ബഡ്ജറ്റ് കുറവാണ്, വേഗം തീർന്നു പോകും, എല്ലാം കൊണ്ടും നമുക്ക് വളരെ ഈസിയാണ്. പക്ഷെ ഒരു ഫീച്ചർ ആകുമ്പോഴത്തേക്കും അതിൻ്റെ കമേഴ്ഷ്യൽ ആസ്പെക്ട്സ് നോക്കണം. നമ്മളുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കണം, പ്രൊഡ്യൂസർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് വിചാരിക്കണം, അതിന് സ്റ്റാർ കാസ്റ്റ് അതിന് തക്കോണം സപ്പോർട്ടീവ് ആയിരിക്കണം. അപ്പം അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വരുമ്പോഴേ നമുക്കൊരു പ്രോപ്പർ കമേഴ്ഷ്യൽ ഫീച്ചർ ഫിലിമിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എല്ലാം ഒത്തുപത്താൽ ചെയ്യണം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മൂവി ആണെങ്കിലോ, ഒരു മൂവിക്ക് വേണ്ടിയിട്ടൊരു പ്ലാനിങ് നടത്തിക്കൂടെ? അപ്പം എന്തായാലും ഇത്രയും ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, സോ വൈ നോട്ട് ഒരു മൂവി എന്നുള്ളൊരു ഇത് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ വർക്കും ചെറുതായിട്ട് സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. എല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ നടക്കും, അതും നടക്കുമായിരിക്കും. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ജേർണിയിൽ എന്തെങ്കിലും സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇപ്പം ലൈഫിൽ ഏറ്റവും ഡൗൺ ആയിട്ട് പോയിട്ടുള്ള ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു നമ്മളുടെ ടാലൻറ്റ്സ് ഒരുപാട് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണെങ്കിലും നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ബാക്കിൽ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ അഫക്റ്റഡ് ആയിട്ടുണ്ടോ? ഉണ്ട്, പലതും. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആക്ടിങ്ങിലൂടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ബ്രേക്ക് അവിടെ കിട്ടിയില്ല. തമിഴിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് എടവപ്പാതി മലയാളം ചെയ്തു. എടവപ്പാതി ആണെങ്കിൽ ഭയങ്കര ഒരു ഓഫ് ബീറ്റ് ഫിലിമായിരുന്നു. എന്നാൽ ആ ക്യാരക്ടർ ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു. ലെനിൻ രാജേന്ദ്രൻ സാർ ഡയറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൽ 2 ഡ്യുവൽ റോൾസ് ആയിരുന്നു. വാസവദത്ത എന്നിട്ടൊരു പീരിയോഡിക് ഫിലിം പോലെ ആ ഒരു ക്യാരക്ടറും, പിന്നെ ഒരു മോഡേൺ വേർഷൻ യാമിനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ശരിക്കും ഞാൻ എൻ്റെ ലൈഫ് കൊടുത്ത് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. അത്രയും പെർഫോം ചെയ്യാനും ഉണ്ടായിരുന്നു. ആ സ്റ്റോറിയും ആ ക്യാരക്ടറും എല്ലാം അത്രത്തോളം ഇൻറ്റൻസ് തന്നെയായിരുന്നു.
പക്ഷെ അതിന് വേണ്ടത്ര ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയില്ല എന്നുള്ളത് എനിക്ക് വലിയൊരു വിഷമം തന്നെയായിരുന്നു. അത് കമേഴ്ഷ്യലി അങ്ങനെ സക്സസ്ഫുൾ ആവേണ്ട ഒരു സിനിമയല്ലായിരുന്നു, പക്ഷെ എന്നാൽ പോലും അത് അങ്ങനെ പിന്നീട് ഓൺലൈൻ ഒന്നും എവിടെയും വന്നില്ല. അപ്പം അങ്ങനത്തെയൊക്കെ വലിയ വിഷമം ഉണ്ടായിരുന്നു. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് അഭിനയിച്ച ഒരു സിനിമ, അത് 2-3 പ്രാവശ്യം അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നു. മനീഷ കൊയ്രാല മാമായിരുന്നു എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അവർക്ക് ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഒരു ഷെഡ്യൂൾ ബ്രേക്കായി. അപ്പം അങ്ങനെ പല പല നേപ്പാളിലത്തെ ഇഷ്യൂസ് കാരണം അവിടെ ഷൂട്ടിംഗ് മുടങ്ങിപ്പോയി. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ട് ഹേർഡിൽസിലൂടെ കടന്നു പോയിട്ടും ഫിനിഷ് ചെയ്ത ഒരു ഫിലിമാണ്. അപ്പം അതിന് വേണ്ടത്ര ഒരു എന്താ വിസിബിലിറ്റി കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ ഉള്ളത് ആ സമയത്ത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞ പോലെ നമ്മൾ ഏതായാലും നമ്മുടെ 100% കൊടുക്കുക, അതിൻ്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് പിന്നീട് ഞാൻ പഠിച്ചത്. ചിലപ്പം അന്ന് ആ ഒരു ചെറിയ പ്രായത്തിൽ സിനിമ ചെയ്ത് സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഡയറക്ഷനിലേക്ക് വരാനോ എഴുതാനോ ഡാൻസിലേക്കോ ഒന്നും ചിലപ്പോൾ വരില്ലായിരിക്കും. നമ്മൾ ആദ്യമേ ഒരു കംഫർട്ടബിൾ സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും പഠിക്കാൻ ശ്രമിക്കില്ലല്ലോ. എനിക്ക് തോന്നി നമ്മൾ ഓരോ ഹേർഡിൽസ് വരുമ്പോഴും നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കും. അപ്പം അതുകൊണ്ട് അപ്പോൾ ഡയറക്ഷൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വന്തമായിട്ട് ഇങ്ങനെ പഠിച്ചെടുത്തതാണോ? അതിൻ്റെ ആ ഒരു ബാക്കിൽ എന്തൊക്കെ ഒരു പുഷ് കിട്ടിയിട്ടുണ്ട്? അത് ശരിക്കും കോളേജിൽ പഠിച്ചപ്പോൾ നമുക്ക് ആ ടെക്നിക്കൽ സൈഡ്സ് പലതും അവിടെ നിന്ന് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ തന്നെ അതിനുള്ള സ്റ്റുഡിയോയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും പഠിക്കാനും ഒക്കെ നമ്മുടെ പ്രോജക്ട്സും എല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സും ഒക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യം എൻ്റെ അച്ഛനാണ് എന്നെ നല്ല സിനിമകൾ കാണിച്ചു തന്നിട്ടുള്ളത്. കുട്ടിക്കാലം തൊട്ട് കുറേ അവാർഡ് വിന്നിങ് ക്ലാസിക് മൂവീസ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ശോശാങ്ക് റിഡംഷനും അങ്ങനത്തെ കുറേ ഡാർക്ക് ഫിലിംസ് ഒക്കെ എന്നെ കാണിപ്പിച്ച് വാട്ട് ഈസ് റിയൽ ഫിലിം മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ അച്ഛൻ്റെ കൂടെ ഇരുന്ന സിനിമ കാണലും ഒക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാച്ചുറലി അമ്മയും ചേച്ചിയും ഒക്കെ ഇൻഡസ്ട്രിയിലുള്ളപ്പം നമ്മൾ അവരുടെ ഫിലിംസും ഒക്കെ കണ്ടുവന്നിട്ട് അതും മേ ബി ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാവും. പിന്നീട് എഴുതിയാലും ഒക്കെ അമ്മയും അച്ഛനും എല്ലാവരും ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അഴകപ്പൻ സാറാണ് അതിൻ്റെ ക്യാമറ ചെയ്തത്. അപ്പോൾ അത് ഈ ഷോർട്ട് ഫിലിമിനാണെങ്കിൽ ഇതിന് മുമ്പത്തെ പോപ്പ് പ്രിൻസിലും അഴകപ്പൻ സാറാണ് ചെയ്തത്. അപ്പോൾ സാറിൻ്റെ കുറേ ഇൻപുട്സും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എപ്പോഴും പറയും, സാർ പറയും കുറേ ഫിലിംസ് ചെയ്തിട്ടുള്ള ആളാണ്, എത്രയോ വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉള്ള ആളാണ്. സാറിൻ്റെ ഒരു 4 ജനറേഷൻസിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ 5th ജനറേഷനാണെന്ന് പറയും സാർ വർക്ക് ചെയ്യുന്നത്. അപ്പം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻപുട്സും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാർ പറയാണ്ട് എത്ര ഫീച്ചർ ഫിലിംസ് ചെയ്താലും നമ്മളൊരു അടുത്ത ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ബിഗിനിങ്. പിന്നെയും നമ്മൾ 0 തന്നെ തുടങ്ങാൻ നോക്കണം. ഓരോ ഫിലിമും നമ്മൾ പിന്നെയും പുതിയതായിട്ട് പഠിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലും അറിയാമെന്ന് വിചാരിച്ചാലും അടുത്തതിൽ പോകുമ്പോൾ നമ്മൾ ഒരു ബിഗിനറായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അങ്ങനത്തെ കുറേ സാറിൻ്റെ ഇതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വീട്ടിൽ അച്ഛനാണോ അമ്മയാണോ കൂടുതൽ വഴക്ക് പറയുന്ന കൂട്ടത്തിലുള്ളത്? രണ്ടുപേരും ഇല്ല, എന്നാലും അമ്മയാണെന്ന് തോന്നുന്നു. കാരണം അമ്മയുടെ അടുത്താണ് എല്ലാം പറയുക, ഏറ്റവും ഫ്രണ്ട്ലി ആണ്. പക്ഷെ എന്നാലും വഴക്ക് കൂടുന്നതും അമ്മയുടെ അടുത്ത് തന്നെയാണ്. അച്ഛൻ എല്ലാത്തിനും ഒരു സൈലന്റ് പില്ലറായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ വഴക്ക് കൂടിയാലും അച്ഛൻ തന്നെ നടുവിലുണ്ടാവും. അച്ഛൻ തന്നെ നിങ്ങളെ നാളെ തീർക്കും, ഞാൻ ഒന്നിലും ഇടപെടില്ല എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു. ഓക്കെ. അപ്പോൾ എന്തായാലും ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. സോ ഡോക്യുമെന്ററി ചെയ്തപ്പോഴും എങ്ങനെ തന്നെയാണ് ഇതുപോലെ ലൈഫ് ഇൻസിഡൻസ് എന്തെങ്കിലും അങ്ങനെ കണക്ട് ചെയ്തിട്ടാണോ ആ ഒരു ഐഡിയാസ് ഒക്കെ വന്നിട്ടുള്ളത്? ഇല്ല, അന്ന് കഥകളിയെ പറ്റിയിട്ടാണ് ആദ്യത്തെ ഡോക്യുമെന്ററി ചെയ്തത്. അന്ന് ഇതുപോലെ നമുക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോഴാണല്ലോ നാടിന്റെ വില അറിയാതെ പോലെ ചെന്നൈയിലെത്തിയപ്പോഴാണ് നമ്മുടെ കേരള ആർട്ട് ഫോംസിനെ പറ്റി കുറച്ചും കൂടെ അറിയണം എന്ന് തോന്നിയത്. അപ്പോൾ ഡോക്യുമെന്ററി ചെയ്തപ്പോഴും എൻ്റെ ഡാൻസിന്റെ തീസിസ് ആയിട്ട് സബ്മിറ്റ് ചെയ്തപ്പോഴും ഒക്കെ ഞാൻ സ്ത്രീവേഷം കഥകളി, അങ്ങനെ കഥകളിയുടെ പല പല ആസ്പെക്ട്സ് ആണ് അന്നും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് അതൊരു ഭയങ്കര ഫാസിനേഷൻ ആയിട്ട് തോന്നി. ഇപ്പോഴും അതെനിക്ക് ചില കേരള കലാരൂപങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം. കൃഷ്ണനാട്ടത്തിനെ കുറിച്ച് കൂടുതലും അറിയണം എന്നുണ്ട്. കാരണം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ആർട്ട് ഫോംസ് ആണെന്ന് തോന്നാറുണ്ട്. രാമനാട്ടം എക്സ്റ്റെൻറ്റ് ആയി എന്ന് പറയുന്ന പോലെ തന്നെ കൃഷ്ണനാട്ടം ചിലപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇല്ലാണ്ട് ആവുമോ എന്നറിയില്ല. അതായത് ഒരു 100 years കഴിഞ്ഞാൽ കഥകളി പഠിക്കുന്നവരുണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അത് നമ്മൾ പ്രിസർവ് ചെയ്യണമല്ലോ എന്നുള്ളതിൽ ചിലപ്പോൾ തോന്നാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതലും
എടുക്കണം, ഡോക്യുമെന്ററീസ് ആയാലും ഒക്കെ. അപ്പൊ അങ്ങനെ അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. സോ അപ്പോൾ എത്രാം ക്ലാസ് തൊട്ടാണ് നമ്മളുടെ ഭരതനാട്യം പഠിച്ചു തുടങ്ങിയത്? ഏത് കുഞ്ഞു പ്രായത്തിൽ തന്നെ പഠിച്ചു തുടങ്ങിയതാണോ? ചെറുപ്പത്തിൽ പഠിച്ചു, കാരണം അമ്മയ്ക്ക് ഓൾറെഡി ഡാൻസ് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂര്. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ കൊച്ചിയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു 5-6 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ അമ്മയുടെ അടുത്ത് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒരു തമാശക്കൊക്കെ വീട്ടിലൊക്കെ പഠിക്കും. പക്ഷെ സീരിയസ് ആയിട്ടൊരു ഡാൻസ് സ്കൂളിൽ പോയി പഠിക്കാൻ തൊക്കെ അന്ന് എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നാലും അമ്മ നിർബന്ധിച്ച് 2-3 ക്ലാസ്സസിലൊക്കെ വിട്ടിരുന്നു. അപ്പൊ പണ്ടുള്ള മാഷന്മാർ എങ്ങനെയാന്ന് വെച്ചാൽ വടി കൊണ്ട് എറിയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ താഴെ നിന്നില്ലെങ്കിൽ, അരമണ്ഡലം നിന്നില്ലെങ്കിൽ ഇവിടുന്ന് എറിയും വടി അവിടെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു. അപ്പൊ അമ്മ നേരത്തെ അവരോട് പറയും, അടിക്കാനൊന്നും പറ്റില്ല കേട്ടോ, അടിക്കില്ലെങ്കിൽ മാത്രം എന്റെ മോളെ ഇവിടെ ചേർക്കാം എന്നൊക്കെ പറയും. അപ്പൊ അന്നേ അമ്മ ഭയങ്കര പാമ്പറിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും പോയി. എന്നിട്ടും പക്ഷെ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിലൊക്കെ ചെറുതായിട്ടൊക്കെ കളിക്കുമായിരുന്നു. പക്ഷെ ചെന്നൈയിൽ പോയപ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചതും പിന്നീട് തുടങ്ങുന്നത്. അപ്പൊ ശരിക്കും അവിടെ നിന്നാണ് തുടക്കം എന്ന് പറയാവുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡാൻസ് ശരിക്കും അങ്ങനെയൊക്കെ തന്നെ പഠിപ്പിക്കണം. ഞാൻ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് വരുമ്പോ എനിക്ക് തോന്നും നമ്മൾ പണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ആയാലും പഠിച്ചിരുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിച്ചാലേ ഇതൊരു ഫിസിക്കൽ ഫോം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നമ്മളങ്ങനെ ഇരുന്ന് ചവിട്ടി ഒക്കെ പഠിക്കുന്നതിന്റെ ഒരു വൃത്തി ഒരിക്കലും നമ്മൾ ഭയങ്കര കൊഞ്ചിച്ച് ആയിട്ട് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ കുറച്ചുകൂടി അന്ന് അങ്ങനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നേരത്തെ ബെറ്റർ ആയിരുന്നു. അതെ, സെയിം എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാനും ഇതുപോലെ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ട് അരമണ്ഡലത്തിൽ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് നിർത്തിയ ആളാണ്. സോ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഡോക്യുമെന്ററി ബാക്കി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റിയിട്ട് എത്രത്തോളം പേര് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്? എങ്ങനത്തെ രീതിയിലെല്ലാം അഭിപ്രായം വന്നിട്ടുണ്ട്? നല്ല അഭിപ്രായങ്ങളാണ് പൊതുവെ വന്നതെല്ലാം. കാരണം എപ്പോഴും നമ്മളൊരു പ്രോജക്റ്റ് ഇടുമ്പോൾ അതിന് 2 വേർഷൻസ് കേൾക്കുമല്ലോ. എന്തെങ്കിലും ഒരു ക്രിട്ടിക് ആയിട്ടും എന്തെങ്കിലും പറയും, നന്നായിട്ടും പറയും. അപ്പോൾ നമ്മളെല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷേ താങ്ക് ഗോഡ് സോ ഫാർ ഞങ്ങൾക്ക് നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതുവരെ അങ്ങനെ ആരും തന്നെ ഒരു അഭിപ്രായം വേറെ രീതിയിൽ പറഞ്ഞതായിട്ട് തോന്നിയില്ല. അത് നല്ലൊരു ഇതായിരുന്നു. കാരണം ഞാനും എൻ്റെ എഡിറ്ററും എപ്പോഴും പറയായിരുന്നു, അയ്യോ ഇനി ഇതിനങ്ങനെ പറയോ, ഇതിനിങ്ങനെ പറയോ. ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തും പല കാര്യങ്ങളും ഞങ്ങൾ വേറെ രീതിയിൽ, ആൾക്കാർ ഇതിനെ ഇങ്ങനെയാണോ ഇന്റർപ്രറ്റ് ചെയ്യുക, നമ്മൾ വിചാരിച്ച പോലെ എല്ലാവരും വിചാരിക്കണം എന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും വളരെ അക്സെപ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് വന്നത്. ആ ഒരു ലാസ്റ്റ് വരെയും ആ ഒരു ഇനി എന്തെങ്കിലും സംഭവിക്കുമോ ആ ഒരു ടെൻഷനിൽ നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഭയങ്കര നല്ലൊരു മെസ്സേജും കൂടെ കൺവേ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു എനിക്ക് തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അടുത്ത പ്രൊജക്ട്സിനും അതുപോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ആക്ട്രസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഓതറായിട്ടും അതുപോലെ തന്നെ ഡോക്യുമെന്ററി ചെയ്യുന്നതാണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും ഡാൻസറൊക്കെ ആയിട്ടും ഒക്കെ ഇങ്ങനെ നന്നായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ മ്യൂസിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കൂടെ കൈ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് പറയാനുള്ളത്? കാരണം മ്യൂസിക് ഓൾറെഡി പാടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഇനി മ്യൂസിക് ഡയറക്ഷനിലേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹമുണ്ടോ? ഇല്ല, അത്രയ്ക്കൊന്നും എനിക്ക് മ്യൂസിക്കിനെ പറ്റി അറിയില്ല. ചെറുപ്പത്തില് പാടിയിട്ടുണ്ടായിരുന്നു. പണ്ട് ഈ വാൽക്കണ്ണാടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ പാട്ട് പാടാൻ പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടായിരുന്നു. കർണാട്ടിക് മ്യൂസിക്കിൽ ട്രെയിൻഡ് ആണ്. ഓച്ചിറ ബാലകൃഷ്ണൻ സാറാണ് പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ അന്നൊക്കെ ഡാൻസിനെക്കാട്ടിലും പാട്ടിനോട് തന്നെയായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് ഒക്കെ കുറച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ അത് അങ്ങനെ പിന്നീട് കണ്ടിന്യൂ ചെയ്തില്ല. പാടാറുണ്ട് ഇപ്പോഴും, പക്ഷെ സ്വന്തം നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്തണല്ലോ. അതുകൊണ്ട് അത്ര നല്ലൊരു പാട്ടുകാരി അല്ലാന്ന് സ്വയം തോന്നുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പാടാറില്ല. പക്ഷെ മ്യൂസിക് വീഡിയോസ് ഒക്കെ 1-2 ചെയ്തിട്ടുണ്ട്. ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. നല്ല കേട്ടാൽ മനസ്സിലാവുകയും ചെയ്യും. ഇപ്പൊ രാഗങ്ങളെ പറ്റിയാണെങ്കിലും ഒക്കെ. ഡാൻസിന് ആവശ്യമുള്ള പാട്ട് എപ്പോഴും നമുക്ക് ഒരു കൊറിയോഗ്രാഫി എടുക്കുമ്പോൾ അതിന് ഏത് രാഗം യൂസ് ചെയ്യണം, ഒരു ഏത് താളത്തിൽ ഇടണം. താളത്തിലും എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്, കാരണം നട്ടുവാങ്ങം ചെയ്യുമ്പോഴും ഒക്കെ. പക്ഷെ അങ്ങനെ പാട്ടായിട്ട് പാടാറില്ല. സോ അപ്പം ഡാൻസിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഇവിടെ മാത്രമല്ല, നമ്മളുടെ ഇന്റർനാഷണലി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു ഡാൻസ് എന്ന് പറയുന്ന നമ്മളുടെ ഭരതനാട്യം ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ കേരളത്തിലുള്ള എല്ലാ ഡാൻസ് ഫോംസും അല്ലേ. അപ്പോൾ അത് പുറത്ത് പോയിട്ട് അവതരിപ്പിക്കാനും അതുപോലെ തന്നെ യുനെസ്കോയിൽ ആ ഒരു മെമ്പറാക്കി ആവാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലോ. സോ യെസ്, അപ്പോൾ അതിൻ്റെ ഒരു ജേർണിയൊക്കെ ഒന്ന് പറയാമോ?
എനിക്ക് തോന്നുന്നു നാട്ടിലെക്കാട്ടിലും പുറത്താണ് ഡാൻസിന് കൂടുതലും ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത്. നമ്മളുടെ ഇന്ത്യൻ ഡാൻസ് ഫോം നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ അത് വളരെയധികം ആക്സെപ്റ്റിംഗ് ആണ്. കാരണം നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൽ മാത്രമേ അത്രയും ഇമോഷൻസ് കൺവേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണല്ലോ അവിടെ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇന്ത്യൻ മിത്തോളജി അറിയില്ലെങ്കിലും നമ്മുടെ ഇമോഷൻസ് കൊണ്ട് അവർക്ക് നമുക്ക് അവരെ മനസ്സിലാക്കി എടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ആ ഒരു ഫീലിംഗ് വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് ലാംഗ്വേജ് ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല എന്നുള്ള പോലെ. അപ്പം അങ്ങനെ ഡാൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം അങ്ങനെ പല കൺട്രീസിലും പോകാൻ പറ്റിയിട്ടുണ്ട്. യൂറോപ്പിൽ തന്നെ പല രാജ്യങ്ങളിലും ഇതുപോലെ ഡാൻസ് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും അവാർഡ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അവിടെ നിന്ന് എങ്ങനെയാണ്? അവിടെ നിന്നല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ പല ഗോപികൃഷ്ണ നാഷണൽ അവാർഡാണ് ഒരു നാഷണൽ ലെവലിൽ ആദ്യം കിട്ടിയത്. പിന്നെ പത്മാവതി പ്രതിഭ പുരസ്കാർ, നാട്യശ്രോമിണി, നാട്യവിലാസിനി, അങ്ങനെ കുറെ അവാർഡ്സ്. ഓക്കെ, സോ അപ്പോൾ അവിടെ ചെന്ന് നമ്മളുടെ ഒരു ഡാൻസ് ഫോം അവതരിപ്പിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു റെസ്പോൺസ് ഒക്കെ എന്തെങ്കിലും ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ ആൾക്കാർ, അതായത് അവർ ചിലപ്പോൾ വേറെ ലാംഗ്വേജിൽ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതായത് നമ്മൾ അവതരിപ്പിച്ചത് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. ചിലപ്പോൾ വാത്സല്യമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതായിരിക്കും. അപ്പം നമ്മൾ കുട്ടിയെ എടുക്കുന്നു, അമ്മയുടെ വിഷമം അതൊക്കെ കാണിച്ചു വരുമ്പോഴത്തേക്കും അവർക്ക് എന്തോ മനസ്സിലായിരുന്നു. അവർക്ക് ആ കൃഷ്ണനും കുട്ടിയും അല്ല യശോദയും അതൊന്നും ആയിരിക്കില്ല, പക്ഷെ എന്തോ ഒരു മദർലി അഫെക്ഷൻ ആണ് അവിടെ. അതിന്റെ ആ ഒരു ഇമോഷൻ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അവരതിന്റെ തിരിച്ച് നന്ദി അല്ലെങ്കിൽ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുന്നത് അവരുടെ ഭാഷയിലായിരിക്കും. ഫ്രഞ്ചിലൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ ഇത് പറയാം. അപ്പൊ നമുക്കും അവരെന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവും, പക്ഷെ അവരുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും ദാറ്റ് ലാംഗ്വേജ് ഇസ് യൂണിവേഴ്സൽ. അതില്ലെങ്കിലും നമുക്ക് കൺവേ ചെയ്യേണ്ടത് കൺവേ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ യെസ്, അപ്പോൾ ഒരു എൻറ്റയർ ജേർണിക്ക് വേണ്ടിയിട്ട് വിഷിങ് ഓൾ ദ വെരി ബെസ്റ്റ്. ബിക്കോസ് ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഉത്തര ഉണ്ണി. തീർച്ചയായിട്ടും ഉത്തര ഉണ്ണിയുടെ ഒരുപാട് പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ഇതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ്, ബാക്കിയുള്ള എല്ലാം പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഓരോ കണ്ടന്റും അത്ര എനിക്ക് തോന്നുന്നു ഒത്തിരി മീനിങ് ഫുൾ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കും. എന്നിട്ട് ഒരുപാട് മെസ്സേജസ് കൺവേ ചെയ്യുന്നതായിരിക്കും. സോ യെസ്, അപ്പോൾ എല്ലാ രീതിയിലുമുള്ള ഓൾ ദ വെരി ബെസ്റ്റ് നേരുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. താങ്ക് യു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.